ഹലോ, സിന്ധു ഭൈരവിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അങ്ങനെ കാർത്തികേയൻ്റെ മുന്നിലെത്തിയിട്ട് അവൻ്റെ അമ്മയാണെങ്കിൽ അവനെ പുകഴ്ത്തി പറയാണ്, ഇതിട്ടപ്പോൾ നിന്നെ കാണാൻ സിനിമ നടനെ പോലെ ഉണ്ടെന്നൊക്കെ. അത് കേട്ടപ്പോൾ കാർത്തികേയൻ ചോദിക്കുന്നുണ്ട്, സത്യമായിട്ടും അമ്മ ഉള്ളത് പറയുന്നതാണോ അതോ നിങ്ങളുടെ മകൻ്റെ മനസ്സ് വേദനിക്കരുതെന്ന് കരുതിയിട്ട് വെറുതെ പറയുന്നതാണോ? ഒന്ന് പോടാ, നിനക്കെന്താ കുറവ്? എന്തോ ഒരു കുറവ്. കണ്ണാടി വെച്ചിട്ടില്ലല്ലോ, ഇന്നാ എന്ന് പറഞ്ഞിട്ട് കൂളിംഗ് ഗ്ലാസ് എടുത്തു കൊടുക്കുകയാണ്. അയ്യോ അമ്മ, വീട്ടിനകത്ത് ആരെങ്കിലും കൂളിംഗ് ഗ്ലാസ് ഇടുവോ അമ്മ? അതൊന്നും കുഴപ്പമില്ല, നീ ഇട്, പറയുന്നത് കേൾക്ക്, നീ ഈ കണ്ണട ഇട് എന്ന് പറഞ്ഞിട്ട് അത് എടുത്തു കൊടുക്കുകയാണ്. ഒരു മഞ്ഞ കളറുള്ള കൂളിംഗ് ഗ്ലാസ് ആയിരുന്നു. അതും കൂടി ഇട്ടപ്പോൾ പിന്നെ പറയാനില്ല. കാർത്തികന്റെ കോല ആകെ മൊത്തം ചിരി വരുന്ന രൂപത്തിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ദമയന്തിക്കാണെങ്കിൽ അതൊന്നും മനസ്സിലാവുന്നില്ല. മതിയോ അമ്മ? അവൻ ചോദിക്കുകയാണ്. അയ്യോ, എൻ്റെ മോനെ കാണാൻ എന്തൊരു ഭംഗിയാ, കണ്ണ് തട്ടാതിരിക്കട്ടെ. നീ ഇങ്ങനെ തന്നെ പോയിട്ട് ഭൈരവിയുടെ മുന്നിൽ നിൽക്ക്. അവൾ നിന്നെ കണ്ട് ഒന്ന് നിന്റെ അഴകൊക്കെ കണ്ടൊന്ന് ആസ്വദിക്കട്ടെ. ഞാൻ ഇങ്ങനെ പോയിട്ട് വിളിച്ചാ ഭൈരവി എൻ്റെ ഒപ്പം വരുമല്ലേ? അവളിങ്ങനെ എന്നെ കണ്ടു കഴിഞ്ഞാ ചൂലെടുത്ത് അടിച്ചിട്ടില്ലെങ്കിൽ മതി. അയ്യോടാ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? തെറ്റായിട്ട് ചിന്തിച്ചാലാണ് തെറ്റായിട്ടുള്ള ചിന്തകളും മനസ്സിൽ വരുന്നത്. നീ നന്നായിട്ട് ചിന്തിച്ചു നോക്ക്, അപ്പം നല്ലതേ നടക്കുള്ളൂ. നല്ലത് തന്നെ നടക്കും. പോടാ പോ. അമ്മ വേണോ? പോ, നീ അവളുടെ മുന്നിൽ പോയിട്ട് നിൽക്ക്. അവൾ നിന്നെ കണ്ടൊന്ന് ഞെട്ടട്ടെ. എന്നൊക്കെ പറഞ്ഞ അമ്മയ്ക്ക് മാത്രം ഭയന്നിട്ട് കാർത്തികൻ നേരെ മുറിയിലേക്ക് പോവാണ്. ഭൈരവി എന്തോ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കഥകൾ തട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. ആരാണെന്ന് ചോദിച്ചെങ്കിലും വീണ്ടും വീണ്ടും മുട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. വാതിൽ അടച്ചിട്ടില്ലെന്നും അകത്തേക്ക് കയറിപ്പോരെന്നും അവൾ പറയുന്ന സമയത്ത് കാർത്തികേയൻ വാതിൽ തുറന്നിട്ട് അകത്തേക്ക് വരുവാണ്. വന്ന ആളെ കാണാൻ വേണ്ടി ഭൈരവി ഒന്ന് നോക്കുകയാണ്. കാർത്തികേയന്റെ രൂപമാറ്റം ശരിക്കും ഭൈരവിയെ ഒന്ന് ഞെട്ടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാർത്തികേയനാണെങ്കിൽ ഒന്ന് ആളാവാൻ വേണ്ടിയിട്ട് സിനിമാ സ്റ്റാറിനെ പോലെ ലുക്കിലൊക്കെയാണ് നടക്കുന്നത്. പക്ഷേ പെട്ടെന്ന് തന്നെ ഭൈരവി പൊട്ടിച്ചിരിക്കുകയാണ്, അതും കളിയാക്കിക്കൊണ്ട്. കാർത്തികേയൻ ആദ്യം കാര്യം മനസ്സിലായില്ല. ചിരിക്കുന്നോ? ഇതെന്താ? ഒരുപക്ഷെ അമ്മ പറഞ്ഞതുപോലെ ഇവക്കും ഇഷ്ടപ്പെട്ടു കാണുമോ? കാർത്തികേയനെ മനസ്സിലാദ്യം അതാണ് പോയത്. പക്ഷെ ഭൈരവിക്ക് എത്ര തന്നെയായിട്ട് അവളുടെ ചിരി നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവനാണെങ്കിൽ അകത്തേക്ക് കയറി വരികയാണ്. ദമയന്തി ജനലിന്റെ വെളിയിൽ നിന്നിട്ട് നോക്കുന്നുണ്ടായിരുന്നു എന്താണ് ഭൈരവിയുടെ ആ ഒരു ഭാവം മറ്റെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭൈരവി ആണെങ്കിൽ കേൻ അടുത്ത് വന്നപ്പോൾ കളിയാക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, ഇതെന്താ ഈ കോലത്തില്? നാട്ടിൽ പുതിയതായിട്ട് എന്തെങ്കിലും സർക്കസ് വന്നിട്ടുണ്ടോ? അതെന്താ? അല്ല, ഇതുപോലെ കോമാളിയെ പോലെ ഡ്രസ്സ് മാറ്റിയിട്ട് വന്നിരിക്കുന്നു. അത് കേട്ടിട്ട് ചോദിച്ചതാ. അത് കേട്ടപ്പോൾ കാർത്തികേയൻ ശരിക്കും ഒന്ന് ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അതിനേക്കാളേറെ ദമയന്തി. അവരാകെ പകച്ചു പോയിട്ട് ചിന്തിക്കുകയാണ്, എൻ്റെ മോൻ്റെ മുഖത്ത് നോക്കിയിട്ട് കോമാളി എന്നോ? 4 പേരെ ചിരിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കോമാളി ചെയ്യുന്ന ജോലിയും അത്ര മോശമൊന്നുമല്ല. അതെ അതെ, ഈ വർത്താനത്തിന് മാത്രം ഒരു കുറവുമില്ല. ഭൈരവി ശബ്ദം താഴ്ത്തി പിറുവിറുക്കുകയാണ്. അല്ല, മില്ലിൽ പോകുന്നവനെന്തിനാ ഈ വേഷം? അത് കേട്ടപ്പോൾ ദമയന്തിക്ക് ആകെ വിഷമം തോന്നുകയാണ്. ഒരു ബഹുമാനം ഇല്ലാതെയാണ് കാർത്തികേയനോട് ഭൈരവി സംസാരിക്കുന്നത്. കാർത്തികേയനും അത് കേട്ടപ്പോൾ സങ്കടം തോന്നുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ അവളോട് പറയുന്നുണ്ട്, ഞാൻ മില്ലിലേക്ക് പോകാൻ വേണ്ടി റെഡിയായതല്ല. എൻ്റെ അമ്മ നിന്നെയും കൂട്ടിയിട്ട് സിനിമയ്ക്ക് പോകാൻ വേണ്ടി പറഞ്ഞു. അതിനാണ് ഞാൻ ഈ വേഷം ധരിച്ചത്. തിയേറ്ററിലേക്കോ? നിന്റെ കൂടെയോ? നിനക്ക് തന്നെ ഇത് ടൂ മച്ച് ആയിട്ട് തോന്നുന്നില്ലേ? അത് കേട്ടപ്പോൾ തന്നെ കാർത്തികേയന്റെ മുഖം വാടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദമയന്തിയുടെയും. പോയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് നീ നിന്റെ മില്ലിലേക്ക് പോവാൻ നോക്ക്. അവിടെ ഏതെങ്കിലും എരുമയോ പശുവോ പോത്തോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയും തേച്ച് കുളിപ്പിച്ചിട്ട് നീയും അവർക്കൊപ്പം ചേർന്നിട്ട് നന്നായിട്ട് തേച്ച് കുളിക്ക്. ഇതെന്താ ഇവൾ എൻ്റെ മോനെ എരുമയുടെയും പശുവിൻ്റെ ഒക്കെ കൂടെ കൂട്ടി യോജിപ്പിക്കുന്നത്? ദമയന്തിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ടായിരുന്നു. കാർത്തികേയനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നോക്ക്, നീ പറയുന്നത് ഓവർ ആകുന്നുണ്ട്. നീ വല്ലാതെ തെറ്റായിട്ടാണ് സംസാരിക്കുന്നത്. അത് ശരിയാണ്. നിന്റെ കൂടെ എരുമയും മാടിനെയൊക്കെ പറഞ്ഞപ്പോൾ അതിന് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ടാവും. അയ്യോ പാവം, അതൊന്ന് മാപ്പാക്കി തന്നാൽ മതിയായിരുന്നു. അവള് വീണ്ടും അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. മതി, അധികം പറയാൻ നിൽക്കേണ്ട. ഇനി പറഞ്ഞാ എനിക്കും തിരിച്ചു പറയാൻ അറിയായിട്ടല്ല. നീ പറയാൻ മാത്രം ഞാൻ അത്രയും താഴ്ന്നവളൊന്നുമല്ല. ഭൈരവി വിട്ടുകൊടുക്കുന്നില്ല. അതെ അതെ, അത് നീ മാത്രം തീരുമാനിച്ചാൽ പോരാ, ഞങ്ങളും കൂടെ വേണം തീരുമാനിക്കാൻ. പ്രശ്നം കൂടുതൽ വഷളാക്കണ്ടെന്ന് കരുതിയിട്ട് കാർത്തികേയൻ മുറിയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഭൈരവിയാണെങ്കിൽ കാർത്തികേയൻ പറഞ്ഞത് ഒട്ടും പിടിക്കാതെ ദേഷ്യത്തോടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ദമയന്തി തന്റെ മകന്റെ പോക്ക് നോക്കിയിട്ട് വല്ലാത്ത സങ്കടത്തോടു കൂടിയാണ് നിൽക്കുന്നത്. കാരണം ഒരമ്മയെ സംബന്ധിച്ച് ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അല്പം മുമ്പ് കേട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് കാർത്തികേയൻ അത്രയും പറഞ്ഞതാണ് ഭൈരവി തനിക്കൊപ്പം വരില്ല എന്നും അവൾ തന്നെ മോശമായിട്ടൊക്കെ പറയുന്നൊക്കെ. എന്നാൽ അതൊന്നും കേൾക്കാതെ താനാണ് അവനെ പറഞ്ഞു വിട്ടത്. അവൻ പോയതിനു ശേഷം ഭൈരവി ഇങ്ങനെ പിറുവിറുക്കുന്നുണ്ടായിരുന്നു. ഇവന് ആകെ കുറച്ചല്ല അഹങ്കാരം, ശരീരം മൊത്തം അഹങ്കാര. കാർത്തികൻ നേരെ പോയത് അമ്മയുടെ മുറിയിലേക്ക് തന്നെയാണ്. അവന് വല്ലാത്ത സങ്കടവും നിരാശയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. അവിടെ ബെഡിൽ ഇരിക്കുന്ന സമയത്ത് വിഷമത്തോടു കൂടി തന്നെയാണ് ദമയന്തി അങ്ങോട്ടേക്ക് വരുന്നത്. കേയ മോനെ,
പെട്ടെന്ന് അമ്മയെ കണ്ടത് അവൻ ചാടി എഴുന്നേറ്റ് പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, ആ അമ്മ, അത് പിന്നെ ഭൈരവിക്ക് എന്തോ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഇന്ന് സിനിമയ്ക്ക് പോകാൻ പറ്റില്ലെന്നാ പറഞ്ഞത്. അത് മാത്രമല്ല, ഈ ഡ്രസ്സ് ഇട്ടിട്ട് എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് അവൾ പറഞ്ഞു. ഇപ്പോ അവൾക്ക് വരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇതൊക്കെ മാറ്റിയിട്ട് മില്ലിലേക്ക് പോവാണ്, അല്ലാതെ ഇതിട്ടിട്ട് ഇപ്പൊ പോകാൻ പറ്റില്ലല്ലോ അമ്മ എന്ന് പറഞ്ഞിട്ട് അവൻ ഡ്രസ്സും എടുത്ത് പുറത്തേക്ക് പോവാണ്. ദമയന്തിക്ക് വല്ലാത്ത സങ്കടം വരുന്നുണ്ടായിരുന്നു. കാരണം അല്പം മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ താനും നേരിൽ കേട്ടതാണ്. താൻ വിഷമിക്കേണ്ട എന്ന് കരുതി മാത്രമാണ് കാർത്തികേയൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് അവർക്ക് നന്നായിട്ട് മനസ്സിലായി. അവൻ അവിടെ നിന്ന് പോയപ്പോൾ ദമയന്തി ചിന്തിക്കുന്നുണ്ട്, എന്റെ മകൻ കാർത്തികേയൻ ഭൈരവി അവനെ അപമാനിച്ചത് എന്നോട് ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. അത് പറഞ്ഞാൽ ഞാൻ വേദനിക്കുന്നു കരുതിയിട്ടായിരിക്കും. അവരുടെ അമ്മ മനസ്സ് തേങ്ങുവാണ്. സിന്ധുവിനെ തട്ടിക്കൊണ്ടുവന്ന് ഹരി കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ് സ്നേഹയെ അവളുടെ ഡാഡിയും ചേർന്നിട്ട്. എന്നിട്ട് DYSP ആയിട്ടുള്ള രേഖയെ കോൾ ചെയ്തിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയെന്നും നിങ്ങൾ പറഞ്ഞത് പ്രകാരം ഇവിടെ വെയിറ്റ് ചെയ്യാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയാണ് 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് എത്തും, നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുന്നു. അതിനുശേഷം മകളോട് കാര്യം പറയാണ്, ആ DYSP സത്യസന്ധ ആയിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലേ ഡാഡി എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അതൊക്കെ സത്യസന്ധ തന്നെ ആയിരിക്കും, നീ പേടിക്കൊന്നും വേണ്ട, നീ എത്രയും പെട്ടെന്ന് ഹരിയെ കോൾ ചെയ്ത് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറയും. ശരി ഡാഡി എന്ന് പറഞ്ഞിട്ട് അവൾ നേരെ ഹരിയെ കോൾ ചെയ്യാണ്. ഹരിയും ധൃതി പിടിച്ച് അങ്ങോട്ടേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് സ്നേഹ വിളിക്കുന്നത്, ആ സ്നേഹ പറ, ഞാനും ഡാഡിയും ഇവിടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്, 10 മിനിറ്റ് കൊണ്ട് DYSP മേഡം എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്, നീയും ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ ഓൺ ദ വേ ആണ്. ഹരിക്ക് മുമ്പേ DYSPയും ടീമും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. സ്നേഹയോടും ഡാഡിയോടും ഹരി വന്നില്ലേന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഹരിയും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവനും കൂടി വന്നതിന് ശേഷമാണ് പോലീസുകാർ ചോദ്യങ്ങൾ തുടങ്ങുന്നത്. ഈ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് തട്ടിക്കൊണ്ട് വന്നിട്ട് സിന്ധുവിനെ നിങ്ങൾ താലി കെട്ടിയെന്നാണല്ലേ അവൾ പറഞ്ഞത്? ആ അതെ മാഡം. ഏത് സമയത്താണ് നിങ്ങൾ അവളെ താലി കെട്ടിയെന്ന് അവൾ പറഞ്ഞത്? രാവിലെ 8:30-നും 9:30-നും ഇടയ്ക്കെന്നാണ് അവൾ പറഞ്ഞത്. നിങ്ങൾ അവളെ താലി കെട്ടിയെന്ന് പറയുന്ന സമയത്ത് ഇവിടെ പൂജാരി ഉണ്ടായിരിക്കുമല്ലോ? ആ ഓഫ് കോഴ്സ്. എങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് പോവാണ്. ക്ഷേത്രത്തിനകത്തേക്ക് പോയിട്ട് പൂജാരിയെ കണ്ടിട്ട് അവർ കാര്യം ചോദിക്കുകയാണ്, ഫെബ്രുവരി 2-ന് നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഒരുപാട് സമയം ആലോചിച്ചതിന് ശേഷമാണ് അദ്ദേഹം പറഞ്ഞത്, അതെ ഫെബ്രുവരി 2-ാം തീയതി ഞാനിവിടെ ഉണ്ടായിരുന്നു. അന്ന് പൗർണമി പൂജ നടക്കുന്ന ദിവസമാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ DYSP ഹരിയെയും സ്നേഹയൊക്കെ മാറി മാറി നോക്കുകയാണ്. അതിനുശേഷം DYSP പൂജാരിയോട് ചോദിക്കുന്നുണ്ട്, ഡോക്ടർ ഹരിയെ നിങ്ങൾക്ക് അറിയാമോ? ആ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ഫെബ്രുവരി 2-ാം തീയതി രാവിലെ 8:30 മണിക്ക് നിങ്ങൾ ഹരി ഡോക്ടർ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു? അന്ന് ഡോക്ടർ ക്ഷേത്രത്തിലേക്ക് വന്നതായിട്ട് തോന്നുന്നില്ല മാഡം. നന്നായിട്ട് ആലോചിച്ച് നോക്കിയിട്ട് പറ, വന്നോ ഇല്ലയോ? ഇല്ല വന്നിട്ടില്ല മാഡം. അത് കേട്ടപ്പോൾ പറഞ്ഞറിയിക്കാനകത്ത് സന്തോഷം തോന്നിയത് സ്നേഹയ്ക്കാണ്, അതുപോലെ തന്നെ ഹരിക്കും. അപ്പോൾ DYSP ആണെങ്കിൽ ചുറ്റിലും നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, ഈ ക്ഷേത്രത്തിൽ CCTV ക്യാമറ ഉണ്ടോ എന്ന്. അപ്പോൾ പൂജാരി ഇല്ല എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ആരെങ്കിലും ജീവനക്കാരനായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഒരാളുണ്ട്, പക്ഷെ 1 മാസമായിട്ട് അയാൾ ലീവിലാണെന്ന് പറയുന്നുണ്ട്. ഇൻസ്പെക്ടർ സിന്ധുവിൻ്റെ ഫോട്ടോ ഇദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കൂ. ഇൻസ്പെക്ടർ സിന്ധുവിന്റെ ഫോട്ടോ പൂജാരിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അയാളത് വ്യക്തമായിട്ട് നോക്കുന്നുണ്ട്. ഇവളുടെ പേര് സിന്ധു, ഇവളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഫെബ്രുവരി 2-ാം തീയതി ഈ പെണ്ണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നോ? അപ്പോൾ പൂജാരി തിരിച്ചു പറയാണ്, എന്താണ് കാര്യമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ രേഖ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. സിന്ധു അന്ന് ക്ഷേത്രത്തിൽ വെച്ചിട്ട് തന്നെ ഹരി തട്ടിക്കൊണ്ടുപോയി കല്യാണം നടത്തിയെന്ന് പറഞ്ഞതും അത് ഈ ക്ഷേത്രത്തിന്റെ പേരാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ. അങ്ങനെ മണ്ഡപത്തിൽ വെച്ചിട്ട് ആരും അറിയാതെ തന്നെ മുഖത്ത് ക്ലോറോഫോം വെച്ച് മണപ്പിച്ച് ബോധം കെടുത്തിയിട്ടാണ് കൊണ്ടുപോയതെന്നും അവിടെ വെച്ചിട്ട് തൻ്റെ കഴുത്തിൽ ഹരി താലി കെട്ടിയെന്നും അങ്ങനെ എല്ലാം സംഭവിച്ച കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും കാണിക്കുകയാണ്. അപ്പോൾ ഞാൻ നിന്നെ കല്യാണം കഴിച്ചതിനും പ്രണയിച്ചതിനും എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ കാണിക്കുന്ന ഹരി വെല്ലുവിളിച്ച സമയത്ത് തെളിയിക്കാം ഡോക്ടർ, തെളിയിക്കാം എന്നും പറഞ്ഞിട്ട് ഫോണിലുണ്ടായിരുന്ന മെസ്സേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് എല്ലാവർക്കും. എന്നെ പ്രണയിക്കുന്നില്ല എന്ന് പറഞ്ഞ ഡോക്ടർ എന്തിനാ ദിവസവും രാത്രി എനിക്ക് I love you എന്ന് മെസ്സേജ് അയക്കുന്നത്? അതും പോരാഞ്ഞ് ക്ഷേത്രത്തിൽ വെച്ചിട്ട് എല്ലാവർക്കും മുന്നിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞതൊന്നും കള്ളത്തരല്ലെന്ന് പറഞ്ഞിട്ട് ദൈവത്തിന്റെ മേൽ സത്യം ചെയ്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പൂജാരിയോട് രേഖ പറഞ്ഞു കൊടുക്കുകയാണ്. സിന്ധു അന്ന് പറഞ്ഞതുപോലെ ഫെബ്രുവരി 2-ാം തീയതി അവൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ? അപ്പോൾ പൂജാരി പറയുന്നുണ്ട്, ഇല്ല മാഡം, നന്നായിട്ട് ആലോചിച്ചിട്ട് പറയും. ഇല്ല, ഈ പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. ദൈവം നല്ലവർക്കാണ് പരീക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് ഡോക്ടറുടെ കാര്യത്തിൽ സത്യം തന്നെയാണെന്ന് ഇപ്പോൾ മനസ്സിലായി. എത്രയോ പേർക്ക് ആശ്വാസവും ജീവനും തിരിച്ചു നൽകിയ വ്യക്തിയാണ് ഡോക്ടർ. അതുകൊണ്ട് ദൈവം എന്തായാലും ഡോക്ടറെ കൈവിടില്ല. ആ പൂജാരി ഡോക്ടറോടുള്ള എല്ലാം മതിപ്പോടു കൂടിയാണ് സംസാരിക്കുന്നത്. ഇത്രയും നല്ലൊരു മനുഷ്യന്റെ മേൽ ആ പെണ്ണിനെ കൊണ്ട് എങ്ങനെയാണ് ഇത്രയും വലിയൊരു കുറ്റം ചാർത്താൻ പറ്റിയത്? അത് ഓർക്കുന്തോറും സ്നേഹക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ പെണ്ണ് മനസാക്ഷിയില്ലാത്തൊരു പെണ്ണാണെന്നാണ് തോന്നുന്നത്. ആ പെണ്ണ് പറഞ്ഞത് 100% കള്ളമാണ്. ഇത് ഞാൻ എവിടെ വേണമെങ്കിലും വന്ന് പറയാം മാഡം.
നാളെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി സിന്ധുവിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്റ്റേഷനിൽ വന്നിട്ട് സിന്ധുവിനെതിരായിട്ട് ഇതുപോലെ സംസാരിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഞാൻ വരാം മാഡം. ഡോക്ടർക്ക് വേണ്ടി സ്റ്റേഷനിൽ എന്നല്ല, കോർട്ടിൽ വരെ വന്നിട്ട് ഞാൻ വേണമെങ്കിൽ സത്യങ്ങൾ വിളിച്ചു പറയാം മാഡം. മനസാക്ഷിയില്ലാതെ ആ പെണ്ണ് ഇങ്ങനെ ചെയ്ത തെറ്റ് ദൈവം പോലും അവൾക്ക് ക്ഷമിച്ചു കൊടുക്കില്ല. അയാള് ഹരിയോടുള്ള എല്ലാ മതിപ്പോടും കൂടിയാണ് സംസാരിക്കുന്നത്. പക്ഷേ പോലീസുകാർ എപ്പോഴും അവരുടെ കണ്ണുകൊണ്ട് തന്നെയാണല്ലോ നോക്കുക. രേഖയുടെ മനസ്സിൽ എല്ലാവരും അവർക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു പ്രതിയെ പോലെയാണ്. ക്ഷേത്രത്തിൽ വെച്ചിട്ട് കല്യാണം നടത്തിയെന്നാണ് ആ പെണ്ണ് ഇത്രയും വലിയൊരു കള്ളം പറഞ്ഞത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ദൈവം തന്നെ അവൾക്ക് അതിനുള്ള ശിക്ഷ കൊടുക്കും, പൂജാരി പറയുന്നുണ്ടായിരുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ 10 മണിക്ക് DYSP ഓഫീസിൽ വന്നാൽ മതി. ശരി, ഞാൻ തീർച്ചയായിട്ടും വരാം. അതിനുശേഷം ഡോക്ടറോട് പറയാണ്, ഡോക്ടർ നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് നാളെ സഹായം ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിന് തന്നോടുള്ള ആ ഒരു ബഹുമാനം കണ്ടിട്ട് ഹരിക്കും അതുപോലെ സ്നേഹയ്ക്കൊക്കെ ഒത്തിരി സന്തോഷം തോന്നുവാണ്. ഒരുപാട് നന്ദിയുണ്ട് സ്വാമി. ശരി, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് തിരിച്ചും അകത്തേക്ക് പോവാണ്. ആ സമയത്തൊക്കെ രേഖ ഇങ്ങനെ സംശയത്തോടെയാണ് നിൽക്കുന്നത്. അപ്പോൾ സ്നേഹ ഡാഡിയോട് പറയുന്നുണ്ട്, കണ്ടില്ലേ ഡാഡി, സിന്ധു കള്ളം പറഞ്ഞ് ഒരു നാടിനെ മുഴുവൻ വിശ്വസിപ്പിച്ചിരിക്കുകയാണ്. ഹരിക്ക് എവിടുന്നൊക്കെയോ വല്ലാത്തൊരു ആശ്വാസം തോന്നുന്നുണ്ടായിരുന്നു, ഒരാളെങ്കിലും തന്നെ വിശ്വസിക്കുന്നുണ്ടെന്നുള്ള ഒരു സമാധാനം. അതിനുശേഷം സ്നേഹയോട് ഡാഡി പറയുന്നുണ്ട്, സിന്ധു ചെയ്ത ഈ തെറ്റിന് തീർച്ചയായിട്ടും DYSP മേളം അവൾക്ക് അതിനുള്ള പണിഷ്മെന്റ് വാങ്ങിക്കൊടുക്കും. അപ്പോൾ രേഖ ഹരിയോട് പറയുന്നുണ്ട്, ഹരി, ഈ ഒരു വിറ്റ്നസ് ഒന്നും പറ്റില്ല, ക്ഷേത്രത്തിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് സാക്ഷിയാക്കാൻ പറ്റിയ ആളുണ്ടോ എന്ന് നോക്കാം, വാ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും പിന്നെയും അകത്തേക്ക് പോവാണ്. അതേസമയം കിച്ചണിൽ നിന്നിട്ട് സഹോദരനും മകൾക്കും ചായ ഉണ്ടാക്കി കൊടുക്കുകയാണ് മഹാലക്ഷ്മി. അതിനുശേഷം അവർ പറയുന്നുണ്ട്, സിന്ധുവിനെ എങ്ങനെയാണോ ഹരി ഇതുവരെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാത്തത്, അതുപോലെ തന്നെ ഇതുവരെ കാർത്തികേയനെയും ഭൈരവി അവളുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചിട്ടില്ല. രണ്ടുപേരും വേർപിരിഞ്ഞ് തന്നെയാണ് ജീവിക്കുന്നത്. അത് കേട്ടപ്പോൾ ഗിരീഷ് ആകെ ഞെട്ടിപ്പോയി. എന്താ ചേച്ചി പറഞ്ഞത്? കാർത്തികേയൻ ഇന്നലെ ടെറസിൽ കിടക്കുന്നത് കണ്ടു. അവിടെ പോയി അവനോട് സംസാരിച്ച സമയത്ത് സിന്ധു അല്ല കള്ളം പറഞ്ഞതെന്നും ഹരിയാണ് കള്ളം പറഞ്ഞ് എല്ലാവരെയും പറ്റിച്ചതെന്നും അവനിങ്ങനെ സിന്ധുവിനെ പ്രണയിച്ച് കല്യാണം കഴിച്ചത് കൊണ്ടാണ് കാർത്തികേയന്റെ ജീവിതം ഇങ്ങനെ ആയതെന്നൊക്കെയാണ് പറയുന്നത്. സിന്ധുവിനെ വിശ്വസിക്കുന്നവൻ സ്വന്തം കൂടപ്പറപ്പിനെ വിശ്വസിക്കുന്നില്ല. ഇത്രയും കാലം കൂടെ ജീവിച്ച ഹരിയെ അവന് വിശ്വാസം ഇല്ല. അപ്പോ ആകെ വിഷമത്തോടു കൂടിയാണ് മഹാലക്ഷ്മി നിൽക്കുന്നത്. സിന്ധു കള്ളത്തരങ്ങളാണ് പറഞ്ഞതെന്നും ചെയ്തതെന്നും എല്ലാവരെയും അറിയിച്ചു കൊടുക്കണടാ. പക്ഷെ എന്താ ചെയ്യുക? ആ അച്ചുവിന്റെ അമ്മയോട് സംസാരിച്ചിട്ടും യാതൊരു കാര്യമില്ലല്ലോ. അച്ചു ഇതുവരെ വന്നിട്ട് സത്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. അവൻ എങ്ങനെയാ ചേച്ചി സത്യം പറയുക? അവൻ സിന്ധുവിന്റെ ആളാണ്. അവനോട് സത്യം പുറത്താരോടും പറയരുതെന്ന് സിന്ധു സത്യം ചെയ്ത് പറഞ്ഞിപ്പിച്ചിട്ടുണ്ടാവും. നമുക്ക് വേണമെങ്കിൽ ആ അച്ചുവിന്റെ അമ്മയെ തട്ടിക്കൊണ്ടു പോവാം. അമ്മയെ കാണാത്ത ഭയത്തിൽ ഒരുപക്ഷെ അവൻ സത്യം പറഞ്ഞാലോ? അത് കേട്ടപ്പോ ഐഷുവും പറയാണ്, ആ മാമ പറഞ്ഞത് ശരി തന്നെയാണ് അമ്മ, അതുപോലെ ചെയ്തു നോക്കാം. മഹാലക്ഷ്മി എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ചേച്ചി, സത്യങ്ങൾ പുറലോകം അറിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറലോകം അറിയില്ല. അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം. ദിവസം വൈകിപ്പിക്കാതെ നാളെ തന്നെ അച്ചുവിന്റെ അമ്മയെ തട്ടിക്കൊണ്ടു പോവാം. നിന്റെ അമ്മയെ വിട്ടു തരണമെങ്കിൽ നീ സത്യങ്ങള് ലോകത്തോട് മൊത്തം വിളിച്ചു പറയണമെന്ന് അവനെ നമുക്ക് ഭീഷണിപ്പെടുത്താം. അവസാനം ഗത്യന്തരമില്ലാതെ അവന് വന്ന് സത്യങ്ങൾ പറയേണ്ടി വരും. എന്താ ചേച്ചിയുടെ അഭിപ്രായം? വേണ്ട ഗിരീഷേ, സമയമായിട്ടില്ല. ഈ കാര്യത്തിൽ നീ ധൃതി കാണിക്കേണ്ട. നമുക്ക് ഇപ്പോൾ ആകെ ഒരേ ഒരു പ്രതീക്ഷ അച്ചു മാത്രമാണ്. ഒരു കാരണവശാലും ഭയപ്പെടുത്തി അവനിൽ നിന്നും സത്യങ്ങൾ പുറത്തു കൊണ്ടുവരരുത്. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ദമയന്തി ഒരിക്കലും അത് മാപ്പാക്കി തരില്ല. അച്ചുവിന്റെ അമ്മയെ തട്ടിക്കൊണ്ടു പോയിട്ട് അവനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയിപ്പിച്ചതെന്ന് പറഞ്ഞ് അത് നമുക്കെതിരായിട്ട് തന്നെ വരും. അതുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അച്ചുവിനോട് സത്യങ്ങൾ പറയിപ്പിക്കാമെന്ന് കരുതരുത്. അവനോട് സെന്റിമെന്റ് ആയിട്ട് സംസാരിച്ചിട്ട് സത്യങ്ങൾ നമ്മൾ പുറലോകത്തെത്തിക്കണം. ചേച്ചി, ആ പയ്യൻ സിന്ധുവിന്റെ കൺട്രോളിലാണുള്ളത്. അങ്ങനെയുള്ളവൻ എങ്ങനെയാ ചേച്ചി നമ്മൾ പറയുന്നത് അനുസരിക്കുക? എല്ലാത്തിനും ഒരു സമയമുണ്ടടാ ഗിരീഷേ. അതുവരെ നമ്മൾ കാത്തിരിക്കുക തന്നെ വേണം. അച്ചുവിന്റെ അമ്മ ഇപ്പൊ നമ്മുടെ വലയിൽ വീണതാണ്. അതുപോലെ കുറച്ചായിട്ട് അച്ചുവും നമ്മുടെ വലയിലേക്ക് തന്നെ വീഴും. അതേസമയം ക്ഷേത്രത്തിലാണെങ്കിൽ പോലീസുകാരും ഹരിയൊക്കെ ചേർന്നിട്ട് അവിടെ പൂ വിൽക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു. എത്ര വർഷമായിട്ടാണ് ഇവിടെ ജോലി ചെയ്യുന്നത് ചോദിച്ചപ്പോൾ 10 വർഷത്തോളമായി. ഫെബ്രുവരി 2-ാം തീയതി നിങ്ങൾ ഇവിടെ കട തുറന്നിട്ടുണ്ടായെന്ന് ചോദിച്ച സമയത്ത് അവർ കലണ്ടർ നോക്കിയിട്ട് തുറന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. പിന്നീട് സിന്ധുവിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഈ പെണ്ണ് ഫെബ്രുവരി 2-ാം തീയതി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടോ എന്നും ഈ കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടോ എന്നൊക്കെയാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ അവളുടെ ഫോട്ടോ ശ്രദ്ധിച്ചു നോക്കിയതിനു ശേഷം ആ സ്ത്രീ പറയുന്നുണ്ട്, ഇല്ല, വന്നിട്ടില്ല മാഡം. ഈ പെണ്ണ് ഇവിടേക്ക് വന്നിട്ടുമില്ല, ഇവിടുന്ന് ഒരു സാധനവും വാങ്ങിച്ചിട്ടുമില്ല മാഡം. എന്താ മാഡം, എന്തെങ്കിലും പ്രശ്നമാണോ? അപ്പോൾ DYSP പറയുന്നുണ്ട്, ഈ ഫോട്ടോയിൽ കാണുന്ന പെണ്ണ് ഇയാളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇവിടെ നിന്ന് വെച്ചിട്ട് ബലമായിട്ട് ഇയാൾ താലി കെട്ടിയെന്നാണ് പറയുന്നത്. അത് കേട്ടതും ആ സ്ത്രീ ആകെ പറയാണ്, അയ്യോ ഇല്ല മാഡം, ഞങ്ങൾ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല മാഡം. നിങ്ങൾ പറഞ്ഞതുപോലെ അന്ന് ഇങ്ങനെയുള്ള ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല മാഡം. നിങ്ങളിപ്പോൾ ഇവിടെ പറഞ്ഞത് നാളെ സ്റ്റേഷനിൽ വന്നിട്ട് പറയാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും മാഡം. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ 10 മണിക്ക് DYSPയുടെ ഓഫീസിലേക്ക് വരണം. ശരി മാഡം.
എന്ന് പറയാണ്. അതേസമയം കിച്ചണിൽ തന്നെയാണ് മഹാലക്ഷ്മിയും ഗിരീഷും ഒക്കെ നിൽക്കുന്നത്. ഭൈരവി അങ്ങോട്ട് വന്നിട്ട് ഫ്രിഡ്ജ് തുറക്കുകയാണ്. അവളാണെങ്കിൽ അവരാരെയും മൈൻഡാക്കാതെ ഫ്രിഡ്ജിൽ നിന്നും ആപ്പിളും എടുത്തിട്ട് നേരെ പോയി ജ്യൂസ് അടിക്കുകയാണ്. ആരും പരസ്പരം ഒന്നും മിണ്ടുന്നില്ല. ഭൈരവി അവളുടെ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അവസാനം ജ്യൂസ് ഗ്ലാസ്സിലേക്ക് പകരുന്ന സമയത്ത് മഹാലക്ഷ്മി കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ ഇവിടെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ചായയോ കോഫിയോ ആണ് കുടിക്കാറുള്ളത്. മഹാറാണി ആപ്പിൾ ജ്യൂസ് മാത്രമേ കുടിക്കുള്ളൂ. അത് കേട്ട സമയത്ത് ഭൈരവി കൂർപ്പിച്ച് അവരെയൊക്കെ ഒന്ന് നോക്കുവാണ്. പക്ഷെ മറുപടി ഒന്നും പറയാതെ അവൾ അകത്തേക്ക് പോവാണ് ആ ജ്യൂസും എടുത്തിട്ട്. ആ സമയത്ത് ഗിരീഷ് ചേച്ചിയോട് പറയുന്നുണ്ട്, ചേച്ചി സത്യരാജ് 2 മക്കൾക്കും സിന്ധു ഭൈരവി എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇവളെ കണ്ടോ, ഇവള് മലയും പുഴയും ഒക്കെ വിഴുങ്ങുന്നവളാണ്. അങ്ങനെയാണെങ്കിൽ മറ്റവളാണെങ്കിൽ ആളെ തന്നെ വിഴുങ്ങുന്നവളും. അതേസമയം ദമയന്തി ആണെങ്കിൽ അവരുടെ മുറിയിലാണുള്ളത്. ഭൈരവി കാർത്തികേയനോട് പറഞ്ഞത് തന്നെയാണ് അവരുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അവനെ പരിഹസിച്ചുകൊണ്ട്, ഇതുപോലെ ഇവിടെ നാട്ടിലെന്തെങ്കിലും സർക്കസ് നടക്കുന്നുണ്ടോ, അതെന്താ, അല്ല ഇതുപോലെ കോമാളിയായിട്ട് ഡ്രസ്സ് ഇട്ട് വന്നത് കണ്ടിട്ട് ചോദിച്ചതാ. അവള് പരിഹാസത്തോടെ കളിയാക്കി ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അത് തന്നെ ഓർമ്മ വന്നപ്പോൾ ദമയന്തിക്ക് വല്ലാത്ത സങ്കടം തോന്നുവാണ്. ഭൈരവി അവനെ പരിഹസിച്ചതും കളിയാക്കി സംസാരിച്ചതും ഒക്കെ തന്നെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ് ദമയന്തി. അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു, ഭൈരവി കാർത്തികേയനോട് സംസാരിച്ച രീതി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവൾക്ക് അവന് ഒരു തരി പോലും ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും എങ്ങനെയാണ് ഒന്നിച്ച് ജീവിതകാലം മുഴുവൻ ജീവിക്കുക? അവൾ എന്നോട് നല്ല സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്, പക്ഷേ എന്തുകൊണ്ടായിരിക്കും കാർത്തികേയനെ അവൾക്ക് ഇഷ്ടമല്ലാത്തത്? അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് വീണ്ടും തലവേദനിക്കുകയാണ്. അപ്പോഴേക്കും ഭൈരവി ജ്യൂസുമായിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അമ്മ എന്താ പറ്റിയത്? എന്താന്നറിയില്ല മോളെ, രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് വല്ലാത്ത തലവേദനയുണ്ട്. അയ്യോ എന്താ ചെയ്യുക? ഭൈരവിക്കും ടെൻഷനാവാണ്. ഇന്നലെ ഞാനൊരു മരുന്ന് തന്നിട്ടുണ്ടായിരുന്നില്ലേ, വേദന വരുമ്പോഴൊക്കെ ആ മരുന്ന് കഴിക്കാനല്ലേ പറഞ്ഞത്? ആ മരുന്ന് എവിടെയാ വെച്ചത്? ആ കബോർഡിലുണ്ട് എന്ന് പറയുന്ന സമയത്ത് ആദ്യം ഈ ജ്യൂസ് കുടിക്കാന്ന് പറഞ്ഞിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ജ്യൂസ് അവർക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് അവൾ പോയിട്ട് മരുന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഗ്ലാസ്സിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മരുന്ന് കൊടുക്കുകയാണ്. പെട്ടെന്ന് അതുവഴി പാസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്ന സിന്ധു ആ കാഴ്ച കാണുകയാണ്. അവൾ ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഭൈരവി അമ്മയെ സ്നേഹത്തോടു കൂടി പരിചരിക്കുകയാണ്. അത് കണ്ടപ്പോൾ അവൾക്ക് പറഞ്ഞറിയിക്കാനകത്ത് സന്തോഷം തോന്നുകയാണ്. ഭൈരവിയാണെങ്കിൽ വളരെ ആത്മാർത്ഥതയോടു കൂടിയാണ് ദമയന്തിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. മരുന്ന് കുടിച്ചതിന് ശേഷം വീണ്ടും ജ്യൂസിന്റെ ഗ്ലാസ് അവർക്ക് കൊടുത്തുകൊണ്ട് ഈ ജ്യൂസ് മുഴുവനായിട്ട് കുടിക്കെന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. അത് കേട്ടപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ദമയന്തി അത് വാങ്ങിക്കുന്നുണ്ട്. ഭൈരവിക്ക് വന്ന മാറ്റം കണ്ടിട്ട് സിന്ധുവിനെ പറഞ്ഞറിയിക്കാനകത്ത് അത്ഭുതമാണ് തോന്നുന്നത്. ആഹാ, കുഴപ്പമില്ലല്ലോ, ഭൈരവി അമ്മയ്ക്ക് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണല്ലോ. എന്നിട്ട് അവൾ സന്തോഷത്തോടു കൂടി ദൈവത്തിന് നന്ദി പറയാണ്. ദൈവമേ, എങ്ങനെയെങ്കിലും അമ്മയുടെ മനസ്സിൽ ഭൈരവിയിൽ ഉണ്ടാക്കിയ മാറ്റം പോലെ തന്നെ ഭൈരവിയുടെ ജീവിതത്തിൽ ഇനിയും നന്മകൾ നേടണേ എന്നൊക്കെ അവൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ടാണ് അവൾ അവിടെ നിന്ന് പോകുന്നത്. താൻ ചെയ്ത തെറ്റ് ഭൈരവിയുടെ ജീവിതം തന്നെ കെടുത്തിയെന്നൊക്കെയായിരുന്നു അവളുടെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ നേരെ മറിച്ച് ഭൈരവി ഈ ജീവിതം ഉൾക്കൊണ്ടു എന്നാണ് ഇത്തവണ സിന്ധു കരുതുന്നത്. അതായത് അമ്മായി അമ്മയെ സ്നേഹിക്കുന്നത് പോലെ അവൾ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ആ ഒരു സന്തോഷത്തോടു കൂടിയാണ് അവൾ അവിടെ നിന്ന് പോകുന്നത്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.